എല്ലാവർക്കും പ്രയർ ക്ലിനിക്കിൻ്റെ പേരിൽ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ പ്രാവശ്യം എന്നെ കേൾക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എന്നെ ശ്രദ്ധിക്കുകയും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുക. ഇന്ന് പ്രയർ ക്ലിനിക്കിൻ്റെ പേരിലുള്ള പുതിയ എപ്പിസോഡ് നമുക്ക് ഏവർക്കും പരിചയമുള്ള ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ്. ചിക്കൻ ബോക്സിനെ കുറിച്ച് പറയുമ്പോൾ ചിക്കൻ ബോക്സ് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും പിള്ളേരിലുമൊക്കെ കാണും. എന്നാൽ ഒരു 12 വയസ്സിൽ താഴെയുള്ള മക്കളിലാണ് അല്ലെങ്കിൽ പിള്ളേരിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഈ ചിക്കൻ ബോക്സിനെ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക വൈറസാണ്. ആ വൈറസ് പോക്സ് വൈറസ് എന്ന് പറയും. ചിക്കൻ പോക്സ് വൈറസ്. ഈ പോക്സ് വൈറസുകളെല്ലാം മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വലുതായിട്ട് കാണും. അപ്പോൾ ഇതും ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിൽ കയറുന്നത് ശ്വാസത്തിൽ കൂടിയാണ്. ഈ ചിക്കൻ പോക്സ് ഉള്ള ഒരാൾ ശ്വസിക്കുമ്പോൾ അയാളുടെ ശ്വാസകോശത്തിലേക്ക് ചെന്ന് ഈ ചിക്കൻ പോക്സ് പിടിപെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചിക്കൻ ബോക്സ് ഉള്ള ആൾക്കാരുമായിട്ട് അകന്ന് നിൽക്കുക. ഒരിക്കലും ചിക്കൻ ബോക്സ് ഞാൻ പറഞ്ഞല്ലോ വൈറസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്, ബാക്ടീരിയ കൊണ്ടല്ല. എന്നാൽ ചില ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാൻസറിൻ്റെ അസുഖങ്ങളുള്ള ആൾക്കാർ അവർക്കൊക്കെ ഇത് വളരെ വയലൻ്റായിട്ട് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എങ്കിലും കോംപ്ലിക്കേഷൻ പറയുമ്പോൾ ചിൽഡ്രനിൽ കാട്ടിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ അഡൽട്സിനാണ് എന്ന് ഞാൻ പ്രത്യേകം പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഇതിൻ്റെ ലക്ഷണങ്ങൾ ആദ്യമായിട്ട് ഒരു ചെറിയ പനി വരിക, ഒരു ചെറിയ ചുമ വരിക, ഒരു ചെറിയ കോറിസ് അല്ലെങ്കിൽ ജലദോഷം വരിക. ഇങ്ങനെ ജലദോഷവും ചുമയും ഒക്കെ ആയിട്ട് വരും. പക്ഷെ വല്ലാത്ത ക്ഷീണമായിരിക്കും. ഈ ക്ഷീണം അങ്ങോട്ട് വന്ന് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ചെറിയ ചുമന്ന പാടുകൾ വരുന്നുണ്ടാവും. ആ ചുമന്ന പാടുകൾ ബ്ലിസ്റ്ററായിട്ട് അല്ലെങ്കിൽ കുമിളകളായിട്ട് രൂപാന്തരപ്പെട്ടിട്ട് അത് പിന്നെ സ്കാബാകും അല്ലെങ്കിൽ പസ്റ്റ്യൂളാകും, പസ്സുള്ളതാകും. അപ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്ത ക്ഷീണവും ഒക്കെ ഒരു എങ്ങും പോകാനും വയ്യ, വല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു അസുഖമാണ് നമുക്ക് പിടികിട്ടിയിരിക്കുന്നതെന്ന് ഒരു ഡോക്ടറെ കണ്ടാൽ അദ്ദേഹത്തിന് മനസ്സിലാകും. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബെഡ് റെസ്റ്റ് എടുക്കുക, പിന്നെ പനിക്ക് വേണ്ടി അതിൻ്റെതായിട്ടുള്ള മരുന്ന് കഴിക്കുക, ജലദോഷത്തിന് വേണ്ടി അതിൻ്റെ മരുന്ന് കഴിക്കുക, ആൻറ്റിബയോട്ടിക്സ് ആവശ്യമാണെങ്കിൽ അത് കഴിക്കുക. ഇങ്ങനെ നമ്മളത് കഴിച്ച് ഏതാണ്ട് ഒരു 10-20 ദിവസമെങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. എന്നാൽ ഇവിടെ എന്തെങ്കിലും പഥ്യം വേണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇവിടെ ഒരു പഥ്യവും വേണ്ട. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പഥ്യമൊന്നും വേണ്ട. ഇവിടെ നമുക്ക് ഇഷ്ടം ആഹാരം കഴിക്കാം. പക്ഷേ നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ വെള്ളം കുടിച്ച് പുതിയ റെസ്റ്റ് എടുത്ത് ഡോക്ടർ പറയുന്ന പോലെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം മാറാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട. അതല്പം സമയം എടുത്തു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാതെ നമ്മുടെ ഇഷ്ടം പോലെ ജീവിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ വരുന്നതായിട്ടുള്ള സമയത്ത് അത് വലിയ എക്സേർട്ട് ചെയ്തെടുത്ത് അങ്ങനെ നമ്മൾ മുന്നോട്ട് കടന്നു പോവുകയാണെങ്കിൽ ഭയങ്കരമായ ക്ഷീണവും പിന്നീട് ഈ ചെറിയ അസുഖം നമുക്ക് ന്യൂമോണിയ ആയിട്ട് ബാധിക്കുകയും ചെയ്യും. ന്യൂമോണിയ ആയിട്ട് ബാധിക്കുക എന്ന് മാത്രമല്ല എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, അത് ചിലപ്പോൾ മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മസ്തിഷ്ക പനിയുടെ അസുഖങ്ങളായിട്ടും മാറുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് വന്ന ആൾക്കാരുമായിട്ടുള്ള കോണ്ടാക്ട്സ് ഒഴിവാക്കുക, ഡോക്ടർമാർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുക. പിന്നെ വരാതിരിക്കാനായിട്ട് ഒരു മാർഗമുണ്ട്. അത് നിങ്ങൾ കൊച്ചായിരുന്നപ്പോൾ 12 മുതൽ 15 മാസം വരെ അതിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നതാണ്. ഓരോ മാസം ഗ്യാപ്പ് വിട്ട് അതിൻ്റെ ഇഞ്ചക്ഷൻ എടുത്താൽ നിങ്ങളുടെ കുട്ടികൾക്ക് വരത്തില്ല. പക്ഷേ നിങ്ങളുടെ അഡൽട്ടാണ് ഇതുവരെയും നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം.
2 ഇഞ്ചക്ഷൻ എടുക്കാം. 4 വീക്സ് അല്ലെങ്കിൽ 1 മാസം ഇടവിട്ട് നിങ്ങൾ 2 എണ്ണം എടുക്കാം. എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്മ്യൂണിറ്റി കിട്ടും. അങ്ങനെ ചിക്കൻ ബോക്സ് നിങ്ങൾക്ക് വരാതിരിക്കാനായിട്ട് സാധിക്കും. ഒരിക്കൽ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിക്കൻ ബോക്സ് ഒരിക്കലും വരത്തില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഹെർപ്പിസ് ന്യൂറാൾജിയ അല്ലെങ്കിൽ പോസ്റ്റ് ഹെർപ്പിസ് ന്യൂറാൾജിയ നമുക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധാലുവായിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. ഈ ചിക്കൻ ബോക്സ് ഒരു മാരക രോഗമല്ല. സ്മോൾ പോക്സ് ഒരു മാരക രോഗമാണ്. സ്മോൾ പോക്സ് ഒരു വലിയ രോഗമാണ്. അതിനെ നിർമ്മാർജ്ജനം ചെയ്തു. എന്നാൽ ചിക്കൻ ബോക്സ് വലിയ പ്രയാസമില്ലാതെ മാറും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ഫോണിൽ വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്യണം. ഇത്രയും നേരം എന്നെ കേട്ട പ്രിയപ്പെട്ട പ്രേക്ഷകരോടെല്ലാം ഉള്ള നന്ദിയും സ്നേഹവും ഒക്കെ ഞാൻ ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇനിയും ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.